Savari. Stay safe and stay healthy. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന പുണ്യാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 മാസക്കാലമായിട്ട് വോളണ്ടിയറിംഗ് സേവന രംഗത്ത് പ്രവർത്തിച്ച് ഇപ്പോൾ വീട്ടിൽ ക്വാറന്റൈനിലിരിക്കുന്ന മലയാളിയായ റാഷിദാണ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. റാഷിദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ റാഷിദ് അറിയേണ്ടത് നാട്ടിലെവിടെയാണ് ആദ്യം? ഞാൻ കണ്ണൂർ പാപ്പനിശ്ശേരി. ഓക്കെ. നാട്ടിലും ഇതുപോലെയുള്ള ഈ വോളണ്ടിയർ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ടോ? ആക്ച്വലി ഖത്തറിൽ തന്നെ വളർന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നാടായിട്ട് അധികം കണക്ഷൻ കിട്ടിയില്ല. കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ. ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഒരു സന്നദ്ധ സേവന രംഗത്ത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും സ്വയം സുരക്ഷയെ കരുതി എല്ലാവരും വീട്ടിലിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് റാഷിദ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത് എങ്ങനെയാണ്? സേവനം മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ എന്റെ ഒരു സുഹൃത്താണ് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതിലേക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞു. അവിടുന്ന് 3-ാം ദിവസം ഞാൻ അവിടെ ജോയിൻ ചെയ്തു. മെക്കനിക്സ് ക്യാമ്പിലായിരുന്നു അല്ലേ? അതെ അതെ, മെക്കനിക്സ് ക്യാമ്പ്. ഓക്കെ. അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോ വോളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ബേസിക്കലി പേഷ്യൻസിനുള്ള ഫുഡ് കൊടുക്കലാണ് മെയിൻ ജോലി. അതേപോലെ തന്നെ പേഷ്യൻസ് വന്ന ആ ടൈമിൽ അവർക്ക് കൊടുക്കുന്ന ഹൈജീൻ കിറ്റ് ഉണ്ട്. അതായത് സോപ്പ്, ഷാമ്പു, അതുപോലുള്ള എല്ലാ ഐറ്റംസ് ഉള്ള കിറ്റാണ്. അത് ഫസ്റ്റ് അവർക്ക് കൊടുക്കും. അതാണ്. അതേപോലെ തന്നെ അവരുടെ മറ്റ് ആവശ്യങ്ങളുണ്ട്. അതായത് അവർക്ക് വരുന്ന പാർസല്, അതേപോലെ തന്നെ അവർക്ക് മെന്റലി നമുക്ക് പറ്റാവുന്ന രീതിയിൽ സപ്പോർട്ട്, അതൊക്കെയാണ് നമ്മളോട് ചെയ്തിരുന്നത്. റാഷിദാണ് നമുക്കൊപ്പമുള്ള അതിഥി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വോളണ്ടിയറായിട്ട് 3 മാസക്കാലം വോളണ്ടിയറായിട്ട് മെക്കനിക്സ് ക്യാമ്പിൽ കഴിയുകയായിരുന്നു, സേവനം ചെയ്യുകയായിരുന്നു റാഷിദ്. അതിനുശേഷം ഇപ്പൊ റാഷിദ് ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. നമ്മളൊക്കെ ആലോചിക്കും, ഈ 3 മാസക്കാലം റാഷിദിന്റെ ജോലിയും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം ജോലി വേണമല്ലോ, ആ ജോലി ഉപേക്ഷിച്ചാണോ, എങ്ങനെയാണ് ജോലിയിൽ നിന്ന് അവധിയെടുത്താണോ, അക്കാര്യങ്ങൾ അറിയണം. ഇത് റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ ഒരു അതിഥി കൂടിയുണ്ട്. ഒത്തിരി ആദരവ് അർഹിക്കുന്ന ഒരു അതിഥി. 3 മാസക്കാലമായി മെക്കനീസിലെ COVID-19 പോസിറ്റീവ് ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിൽ ജോലി ചെയ്യുന്ന റാഷിദാണ് നമുക്കൊപ്പമുള്ള അതിഥി. റാഷിദിന്റെ വിശേഷങ്ങളാണ് മോർണിംഗ് സവാരിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ മലയാളി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്റെ അറിവില് ഒരു 15-20 ഇടയിൽ മലയാളികൾ അവിടെ പല ബ്ലോക്കുകളിലായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. എത്രത്തോളം രോഗികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലമായിരുന്നു അത്? അറൌണ്ട് 17,000 to 19,000 കപ്പാസിറ്റി. 3 മാസം റാഷിദ് അവിടെ ജോലി ചെയ്തു, അല്ലെങ്കിൽ സേവനം ചെയ്തു. അപ്പൊ റാഷിദിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു അല്ലെ? ഞാൻ ആക്ച്വലി ലോക്ക്ഡൌൺ ഒരു മാസം മുന്നെയായിരുന്നു എനിക്ക് ഒരു ജോലി കിട്ടിയിരുന്നത്. പിന്നീട് ആ ടൈമിലാണ് എനിക്ക് ജോലി 1 മാസം കഴിയുമ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ പിന്നെ ജോലി ഞാൻ പറഞ്ഞ 1 മാസത്തേക്ക് ഞാൻ ലീവ് എടുക്കാണ് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യായിരുന്നു. ഓക്കെ. കിട്ടിയ ജോലി 1 മാസം മുമ്പ് കിട്ടിയ ജോലി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ കോവിഡ് രോഗികളുടെ ഇടയിലേക്ക് സേവനത്തിന് ഇറങ്ങിയത് അല്ലേ? ഗംഭീരം. അത് സമ്മതിച്ചു തന്നെ പറ്റും. നമ്മൾ മലയാളികൾക്ക് അഭിമാനമാണ്. എത്ര ദിവസമായി ക്വാറന്റൈനിൽ ഇരിക്കുന്നു? സെൽഫ് ക്വാറന്റൈനിലാണല്ലേ വീട്ടില്? എന്റെ വീട്ടിലെ ഒരുപാട് കുട്ടികളും പല ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ മാറിയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് താമസിക്കുന്നു. ആ ഫ്ലാറ്റില് ഒറ്റയ്ക്ക് താമസിച്ചു, ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഗംഭീരമായിട്ട് പോകുന്നു. ഭക്ഷണം കൊണ്ടുതരും. അപ്പോ എന്തായാലും റാഷിദ് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്.
എല്ലാ ആദരവും ഉണ്ട്. 3 മാസക്കാലം COVID-19 പോസിറ്റീവായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച മലയാളി എന്ന തരത്തിലും ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ഞങ്ങൾ എന്താ പറയാ ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്നും ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ് റാഷിദ്.